എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ഹച്ചിരിമ ഭീമ സിനിമ ചിരിമ. ഓണക്കളികളും ഓണപ്പാട്ടുകളും ഒക്കെയായി ഈ ഓണാഘോഷം കൂടുതൽ ആർഭാടമാക്കാൻ ഞാൻ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു ഭീമ സിനിമാ ചിരുമയിലേക്ക്. ഭീമ സിനിമാ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. ഓണം ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും ഭീമ സിനിമാ ചിരുമയുടെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും സിനിമ ചിരുമയുടെ എന്താ ഒക്കെ പറയാ. എല്ലാവർക്കും സിനിമ ചിരിമ കുടുംബത്തിന്റെ ഓണാശംസകൾ. ഓണാശംസകൾ. ഓക്കെ, നമസ്കാരം. നമസ്കാരം. അപ്പോ വീണ്ടും നല്ലൊരു ഓണസദ്യ നമ്മൾ വിളമ്പാൻ പോവാണ്. അതെ അതെ, ഈ വേദിയിൽ നമ്മൾ പല സദ്യകളും വിളമ്പി ആളുകൾ വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചു. ഇന്ന് നമുക്കിപ്പോൾ ഈ ഓണത്തെ കുറിച്ച് പറയുമ്പോഴേ ഇപ്പോൾ ഒരുവിധ എല്ലാ സ്ഥലങ്ങളും ഓണം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും പ്ലാസ്റ്റിക് കവറിലായി കഴിഞ്ഞു. കാരണം ഓണത്തിന് എന്താ പറയുക, പപ്പടം, പഴം, പായസം അതുവരെ ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഓരോരുത്തർ ബുക്ക് ചെയ്യണം. അതെ, ഓണത്തിൻ്റെ അന്ന് കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെച്ചിട്ട് ഇപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ഇല വരെ ഇറങ്ങിന്നുള്ള. സാധാരണ നമ്മുടെ അച്ഛനും അമ്മ ഒക്കെ പോയിട്ട് പറമ്പിലൊക്കെ പോയി ആ വാഴയുടെ അവിടെ പോയിട്ട് അതിൻ്റെ ഇത് വെട്ടി കൊണ്ടുവന്ന് തുടച്ച് തൂശനിലിട്ട് നല്ല കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് തൂശനിലൊക്കെ തുടച്ച് അതിൽ ഈ കാളൻ, തോരൻ ഇതൊക്കെ ഇട്ട് കായ വറുത്തതൊക്കെ ഇട്ട് പപ്പടം ആദ്യം പായസം ഒഴിച്ച് പായസത്തിൻ്റെ മേലെ കുറച്ച് നാരങ്ങാച്ചാറ് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കുറച്ച് പഴത്തിൻ്റെ പകുതി ഇട്ട് അത് കൂട്ടി കുഴച്ച് ആ പപ്പടം അതിൻ്റെ മുകളിൽ കയറ്റിയിട്ട് ഒരു ഇടി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ജമ്പ് ചെയ്ത് ചാടി അപ്പുറത്തെ അതൊക്കെ കൂട്ടി കുഴച്ചിട്ട് അതിങ്ങനെ നക്കിയിട്ട് വീണ്ടും ആ ചാറിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് അതിൽ വെള്ളം വന്നു. അപ്പൊ അന്നത്തെ ഓണങ്ങളൊക്കെ പോയി. ഇന്ന് നമ്മുടെ നാട്ടിൽ മുക്കുറ്റിപ്പൂ പറിക്കാൻ ആൾക്കാരില്ല. പിന്നെന്താ പറയുക, ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും വീട്ടിലുണ്ടാക്കാൻ ആർക്കും ടൈമില്ല. ജീവിതം മുഴുവൻ ഫ്ലാറ്റ് ജീവിതമായി പോയി എന്നുള്ളതാണ്. കംപ്ലീറ്റ് ഫ്ലാറ്റിലാണ്. നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നത് വെച്ചാൽ അവരുടെ വീട് അറിയില്ല, അഡ്രസ് അറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെ ആയിപ്പോയി. പണ്ടൊക്കെ കൊച്ചു കുട്ടികൾക്ക് ഒരു ട്രൗസർ, ഒരു ബനിയൻ ഷർട്ട് അല്ലെങ്കിൽ മകൾക്ക് ഒരു പാവാടൊക്കെ ആ ടൈലറിംഗ് ഷോപ്പിൽ ഇങ്ങനെ തൂങ്ങി കിടക്കണ്ടാവും. അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ രാജാണ്ട കടലിൽ കിടന്നിട്ട് പാവാട ഇങ്ങനെ മെല്ലെ കിടന്ന് ആടണ്ടാവും. അപ്പൊ നമ്മളതിൽ പോകുമ്പോൾ നോക്കുമോ, ഈ ഓണത്തിന് ഇടാനുള്ളത് എന്നാണ് അവ കിട്ടുക, ആ ഒരു സ്റ്റൈലിൽ എല്ലാവരും പോകുന്നുള്ള ആ ഓർമ്മകളൊക്കെ നമ്മുടെ കൈ പോയി. അന്നൊക്കെ നേരം വെളുപ്പിന് ഓണത്തപ്പിന് ആട്ട ഇതൊക്കെ വെച്ചിട്ട് തൃക്കാക്കരിയപ്പന്മ ഇതൊക്കെ വെച്ച് മറ്റേ തുമ്പപ്പൂ ഇങ്ങനെ പടി വരെ ഇട്ടുണ്ടാവും. എന്നിട്ട് ഈ പാട്ടുകളൊക്കെ അവിടെയൊക്കെ എന്തട രാവണ ഏതട രാവണ സീതയെ കക്കാൻ കാരണം എന്തട, നിന്നോടാരു പറഞ്ഞിട്ടാണോ, നിന്റെ മനസ്സിൽ തോന്നിയിട്ടാണോ, എന്നോടാരും പറഞ്ഞിട്ടല്ല, എൻ്റെ മനസ്സിൽ തോന്നിയിട്ടല്ല, എന്തട രാവണ ഏതട രാവണ സീതയെ കക്കാൻ കാരണം എന്തട, നിന്നോടാരു പറഞ്ഞിട്ടാണോ, നിന്റെ മനസ്സിൽ തോന്നിയിട്ടാണോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഷോയ്ക്ക് ഗസ്റ്റ് ആയിട്ട് വരുന്നത് ആരാണെന്ന്, മണിയോടൊപ്പം ഒരുപാട് വേദികളിൽ മിമിക്രി അവതരിപ്പിച്ചിട്ടുള്ള ഒരു പറവൂർക്കാരനാണ്. പിന്നെയും പറവൂർക്ക് പോകും. വണ്ടി എങ്ങനെ തിരിച്ചാലും പറവൂർക്ക പോണേ. എന്നാ പറവൂർ വരെ പോവാം. ആരായിരിക്കും? അതാണ് പറവൂരിന് അടുത്ത സ്ഥലമായ കടാമംഗലം. കടാമംഗലം സദാനന്ദൻ അല്ല, വിനോദ് കടാമംഗലം. വിനോദേ അപ്പൊ ഞങ്ങളുടെ എല്ലാവരും അത് വേണ്ട ഓണാശംസ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാൻ നടക്കുന്നത്. അപ്പൊ ആ പറഞ്ഞ സാധനം അപ്പൊ എല്ലാവർക്കും എന്റെയും ഓണാശംസകൾ. ഇത്ര ഉള്ളി സാധനല്ലേ, പക്ഷേ പറഞ്ഞില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഒന്ന് പറഞ്ഞ് ഓണാശംസകൾ. ഇതന്നെ. ഓക്കെ, റെഡി. ഓക്കെ വിനോദ്, നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് സ്റ്റേജുകളിൽ ഒത്തിരി സ്റ്റേജുകളിൽ. എനിക്ക് തോന്നുന്നു വിനോദിന്റെ ഏറ്റവും കൂടുതൽ രസമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺവേഷം കെട്ടില്ലേ, ഈ പെൺവേഷം കെട്ടി കുറെ കഴിയുമ്പോൾ അറിയാണ്ട് ഒരു തണ്ടലിനെ അടി കിട്ടിയ പോലെ ഒരു വളച്ചില, പിന്നെ ഒരു പ്രത്യേക രീതിയാണ് ക്യാമറ ഡാൻസ്, ആ സംഭവങ്ങളൊക്കെ. സിൽക്ക് സ്മിതയൊക്കെ അല്ലേ, ഒരുപാട് സിൽക്ക് സ്മിതയുടെ ഡാൻസ് ഒക്കെ ഒരുപാട് വിനോദ് അവതരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്, സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ്. പിന്നെ വിനോദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രോഗ്രാമിന് ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട് അല്ലേ. പിന്നെ ചെറിയ പരിപാടി നാട്ടിലായാലും പുറത്തൊക്കെ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പക്ഷെ മണിയേട്ടൻ്റെ ഒപ്പം പ്രോഗ്രാമിന് പോകുമ്പോൾ നമുക്കൊരു ത്രില്ലാണ്, ഒരു വല്ലാത്തൊരു ധൈര്യമാണ്. ഇപ്പോൾ മകളുടെ
ബർത്ത്ഡേ പരിപാടിക്ക് ഞങ്ങൾ പ്രോഗ്രാം ചെയ്യാൻ ചെന്നു. എൻ്റെ മോളെ പിറന്നാളല്ലേ? മോളുടെ പിറന്നാളിൽ. അപ്പോൾ സുഹൃത്തുക്കളുണ്ട്, ബന്ധക്കാരുണ്ട്, എല്ലാവരും ഒരുപാട് പേരുള്ളൊരു സദസ്സാണ്. അപ്പം കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ പ്രോഗ്രാം ചെയ്യാനായിട്ട് ഞങ്ങളെപ്പോലുള്ള പുറത്തുനിന്ന് കുറേ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. കൊല്ലത്തുനിന്ന് വന്നേക്കുന്ന ടീം സ്നേക്ക് ഡാൻസിൻ്റെ ആളുകളാണ്. പാമ്പ് ഡാൻസ്, പാമ്പിന്റെ ഡാൻസ്. ഒരു 6-7 പാമ്പായിട്ട് വന്നേക്കണം. ഈ പാമ്പ് വെറുതെ പാമ്പായിട്ടാണ്, മൊത്തം ബാഗിൽ ഇവര് പാമ്പ് കളിക്കാൻ ഒറിജിനൽ പാമ്പ്. ഇത് വന്നേക്കണതൊക്കെ ഫുൾ നല്ല ബാഗ് ഇട്ട് ഫുൾ സെറ്റപ്പ് ഇട്ട് ഫുൾ സ്റ്റൈലിൽ വന്നേക്കണം. മൊത്തം പാമ്പായാലേ നമുക്കറിയില്ല. അപ്പൊ നമ്മള് ബാക്കിൽ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബാഗ് ഇരിക്കുന്നുണ്ട്. ഒരു ബാഗ് ഇത് ഇങ്ങനെ കിടന്ന് മാറുന്നുണ്ട്. ഇത് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ അടുത്ത് പോയിരിക്കുന്നത് മേക്കപ്പ് ചെയ്യുന്നുണ്ട്, കലാപം. ഇത് നമ്മളിങ്ങനെ തോണ്ടുണ്ട് സാധനം ഒന്ന് തുറന്നു വിടാൻ. എന്താണെന്നറിയില്ല. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോൾ പറഞ്ഞത് ചേട്ടൻ മാറി എനിക്ക് പാമ്പാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ 6-7 ബാഗ് പാമ്പ് നിറയുന്നുണ്ട്. പിന്നെ ആ ഏരിയയിൽ നമ്മൾ പോകില്ല. ഷോ നടക്കുന്ന സമയത്ത് നമുക്ക് പേടി ഈ പാമ്പിന് എപ്പോഴാണ് ഷോ എന്നുള്ളതാണ്. ഞാൻ കമ്പയർ ചെയ്യുന്നു. അടുത്തത് നമുക്ക് മനോഹരമായിട്ടുള്ള സ്നേക്ക് ഡാൻസ് ആസ്വദിക്കാം. അപ്പോൾ തന്നെ ഈ 6-7 പേര് പാമ്പിനെ കഴുത്തിലിട്ട് ഭയങ്കര ഷോയാണ്. നമ്മൾ പേടിച്ച് വെക്കുന്നത്. ഷോ കഴിഞ്ഞ് ഇവരെല്ലാവരും നേരെ ബാക്കിലേക്ക് വന്നു. ബാക്കിലേക്ക് വന്നപ്പോൾ മണിച്ചേട്ടൻ കൂളായിട്ട് അതിൽ നിന്നൊരു പാമ്പിനെ വാങ്ങിച്ചു. സ്റ്റേജിലല്ല, ഓഫ് സ്റ്റേജിന്റെ പുറകിൽ. നമ്മുടെ ചുമ്മാ വീട്ടിലാണ് എല്ലാവരും ഫ്രണ്ടില് എല്ലാവരും കാണാതിരിക്കുന്നുണ്ട്. പാമ്പല്ലേ എന്നാ ശരി, ഇവരെല്ലാരും ധൈര്യമായിട്ട് എടുക്കണെന്ന് വിചാരിച്ചിട്ട് ഞാനും പോയി ഒരെണ്ണത്തിന് എടുത്തു. പക്ഷെ അത് 10 ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. പക്ഷെ ഞങ്ങളാരും എടുക്കുന്നില്ല. മണിച്ചേട്ടൻ കൂളായിട്ട് പാമ്പിനെ എല്ലാവരും മുമ്പിൽ കൊണ്ടുവന്ന് നമ്മളെ പാമ്പായിട്ട് പിന്നെ പാമ്പ് ഞാൻ തിരിച്ചറിയാൻ പറ്റണല്ലേ. പെട്ടെന്ന് ഈ പാമ്പ് ഒറ്റ കൊത്താണ് കൈയിട്ട് മണിയന്റെ കയ്യിലേക്ക്. പെട്ടെന്ന് അത്ര നേരമുള്ള സന്തോഷം ഒക്കെ പോയി. ടെൻഷനായി, ബ്ലഡ് ഇങ്ങനെ ഒഴുകണം. അപ്പോൾ ടൗല് വെച്ചൊക്കെ കെട്ടുന്നുണ്ട്. പക്ഷെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് വേറെ ആരും അറിയണ്ട പെട്ടെന്ന്. കാരണം മകളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുന്നത്, എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ കൊളാവും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആരോടും ഡോക്ടറെ വിളിച്ചില്ല. ഇല്ല, അങ്ങനെ ജോബി ചേട്ടൻ ശ്രമിക്കുന്നുണ്ട്. ഡോക്ടറെ ഫോണിൽ വിളിക്കുന്നുണ്ട്, മണിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മണിയുടെ ഞാൻ പോകാൻ എനിക്ക് സമയമില്ല. കാരണം നമ്മൾ പാമ്പായിട്ട് ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത പാട്ട് അനൗൺസ് ചെയ്യാൻ നേരത്ത് മണിയുടെ സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ആരോടും പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരോടും പറഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടുമില്ല. ഞങ്ങൾ കുറച്ച് പേർ അറിഞ്ഞിട്ടുള്ളൂ. മണിയേട്ടൻ മൈക്ക് വയ്ക്കെടുത്തിട്ട് പ്രിയമുള്ളവരെ അടുത്ത ഗാനത്തിലേക്ക് കടക്കാം. അതിക്ക് മുമ്പ് ഇത്ര നേരം ഇവിടെ കളിച്ചിരുന്ന ഈ പാമ്പിൽ ഒരുത്തിന് എന്നെ ഉമ്മ വെച്ചോട്ടാ കൈകിട്ട് ബ്ലഡ് ഇങ്ങനെ ഒഴിക്കണം. അത് വെറുതെ സില്ലി ആയിട്ട് ഇടുന്നുള്ളതാണ്. വൈഫൊക്കെ കേട്ടു, കുട്ടി വൈഫ് കൂടി വന്നു. ഇത് എന്താ സാധനം, അതിന് വിഷമില്ലാത്ത പാമ്പാണ്. പക്ഷെ എന്നാലും നമ്മൾ കഴിഞ്ഞതിലൊക്കെ പറഞ്ഞില്ലേ, ഒട്ടുമിക്ക ആൾക്കാരും പേടിക്കുന്നത് ഈ പാമ്പ് കടിച്ചു എന്നുള്ളൊരു സംഭവം കൊണ്ടാണ് ഈ ഇതൊക്കെ മൊത്തം വരുന്നത്. അല്ലാണ്ടൊന്നും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഒന്നും ഉണ്ടായില്ല. പക്ഷെ ആ ധൈര്യമാണ്. നമ്മൾ അത്ര തന്നെ ടെൻഷൻ അടിച്ചിരിക്കുന്നു. പക്ഷെ മണിയേട്ടൻ യാതൊരു പേടിയില്ലെന്നുള്ളതാണ്. ഉണ്ടായിരുന്നുവെങ്കിൽ ഭയങ്കര രസമല്ലേ, ചിരിച്ചിരിച്ച ആവശ്യമല്ലേ അതിന്. മാത്രമല്ല അത് ഒരു ഫോട്ടോ അവിടെ ഭിത്തിയിൽ കയറിയ തൃശ്ശൂർക്കാർ പറയുന്ന ഫോട്ടോ എടുക്കുന്ന ഒരു കഥ ഉണ്ട് ഇട്ടേക്കാ നമുക്ക്. അതായത് വിനോദമായിട്ട് സംസാരിച്ചതിന് ശേഷം അതിനെ കുറിച്ച് നമുക്ക് പറയാം. വിനോദ് കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് ഇല്ലേ? കുറച്ച് സിനിമകളൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ ചെറിയ വേഷങ്ങളാണ് എങ്കിലും വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ ഓണ ദിവസം ഇത്തരത്തിലൊരു പരിപാടിയിൽ മണിയേട്ടനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഒരുപക്ഷെ ഈ മാ എന്ന സംഘടനയിലെ എല്ലാവർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമായിരിക്കും എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരോടും അതിനുള്ള പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം അവതരിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷ അംഗീകാരം ലഭിച്ചൊരു കാലയളവ് കിട്ടി. അതിൽ തന്നെ ഉണ്ടല്ലേ ശ്രേഷ്ഠ ഭാഷാ പദവി, ഒരു അക്ഷര സ്ഫുടത. അപ്പോൾ തീർച്ചയായിട്ടും ഈ കവിത എന്ന് പറയുന്നത് ഞാൻ എഴുതിയ കവിതയല്ല, ഷിനോദ് മലയാറ്റനാണ് എഴുതിയേക്കുന്നത്. ഇത് കൊച്ചു കുട്ടികൾക്കും പ്രായമായവർക്കുമാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന ഈ കവിത. ഇതിൽ അന്തസ്സത്ത ശരിക്ക് മനപ്പാഠം ആയി കഴിഞ്ഞാൽ ഒരുപാട് ഉയർച്ച ഉണ്ടാകും. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം, എന്നാലും മനസ്സിലാവുള്ളൂ. അസ്പഷ്ടതേ തുംഗഭദ്രേ ജൽപനേ കരാള മൃദംഗ വിരാജിതേ വിചിത്രേ. അസ്പഷ്ടതേ തുംഗഭദ്രേ ജൽപനേ കരാള മൃദംഗ വിരാജിതേ വിചിത്രേ. ദന്തദ്രംഷ്ടങ്ങളിൽ കല്ലുകടിക്കുന്നു അന്ധകാരത്തിൻ്റെ അന്തഃപുരങ്ങളിൽ. എന്നിട്ടും അതൊന്നും ഓർത്തതില്ല ഞാൻ, സത്യത്തിലെല്ലാം മറന്നുപോയി. വക്രമാം വിക്രീഡ സംക്രീഡമാകുമ്പോൾ സ്നിഗ്ധതേ നീയുന്നു പ്രജ്വലിക്കുന്നുവോ. വക്രമാം വിക്രീഡ സംക്രീഡമാകുമ്പോൾ സ്നിഗ്ധതേ നീയുന്നു പ്രജ്വലിക്കുന്നുവോ. ഘടികാര സൂചിക്ക് മൂർച്ച കൂട്ടുന്നവർ അധികാര കേന്ദ്രങ്ങൾ പ്രക്ഷുബ്ധമാക്കുന്നു. എന്നിട്ടും അതൊന്നും ഓർത്തതില്ല
ഞാൻ സത്യത്തിലെല്ലാം മറന്നുപോയി. ഉജ്ജലം നിർജ്ജലം കാഞ്ചന സ്ഫോടനം സ്പന്ദനം ഹുങ്കാരതാത്യ പ്രഭാവത്തിൽ സാക്ഷിയാ സാക്ഷിപത്രം അഗ്നിപർവ്വതം വെച്ചമുണ്ടു നിൽക്കുന്നു നക്ഷത്ര കൂട്ടങ്ങൾ. എന്നിട്ടും അതൊന്നും ഓർത്തതില്ല, ഞാൻ സത്യത്തിലെല്ലാം മറന്നുപോയി. അസ്പഷ്ടതേ തുംഗഭദ്രേ ജൽപ്പനേ കരാള മൃദംഗ വിരാജിതേ വിചിത്രേ. ഒരു കാര്യം പറയാം, ഈ കവിതയായിട്ട് വേറെ എവിടെയും പോകേണ്ട കാര്യമൊന്നുമില്ല. ഓൻ ആദ്യം ചെല്ലേണ്ടത് ഈ കവിതയായിട്ട് നല്ലൊരു ന്യൂറോളജിസ്റ്റ്, അതായത് തലയുടെ ഞരമ്പിൻ്റെ ഒക്കെ ആൾക്കാരില്ല, അവിടെ ചെന്ന് കാണണമെങ്കിൽ ആ ഡോക്ടർ പറയും ഏത് ഞരമ്പാണ് വീക്കായിക്കണെന്നുള്ളത്. അത് പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചൊല്ലുന്ന കവിത കേട്ടാൽ മതി, അപ്പം എല്ലാം മാറും. ഞാൻ ഈ കവിത ചൊല്ലിട്ട് എനിക്കൊരു വലിയൊരു മഹാനായ വ്യക്തി എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ ഇവിടെ പറഞ്ഞാലും ഇതായില്ല. കാരണം ഒരിക്കലും നമ്മുടെ നാടിൻ്റെ മഹാനായ ONV സാറ്, ഞാൻ വയറ്റുപഴപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതാക്കിയതാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കവിതയാണ് കുഞ്ഞേടത്തി. അതിൽ എന്താ വെച്ചാൽ സാറിൻ്റെ ശബ്ദം അങ്ങനെയാണ്. കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നും ഏറെ ഇഷ്ടം, എന്തിനാ പൂക്കൾ വിരിയുന്നു ഉണ്ണിയെ കാട്ടി കൊതിപ്പിക്കാൻ, ഉണ്ണിക്കത്ഭുതമാഹ്ലാദം. ഈ ആഹ്ലാദം ഞാൻ കേട്ടപ്പോൾ ഞാനൊരു കോമഡി ആയിട്ട് അവതരിപ്പിച്ചു. അതായത് ഈ കവിത തന്നെ, ഒന്തനായ സ്വന്തം തന്തയുടെ മോന്തയെ കുന്തം കൊണ്ട് കുത്തി ബന്ധുവിനെ, അന്തിക്ക് പന്തയിൽ പന്തവും കത്തിച്ചിരിക്കുന്ന കോന്ത ബന്ധുവായ ശാന്തയിൻ്റെ ചിന്തേറു തൊള്ളാൻ പോയ ഉണ്ണിക്കത്ഭുതമാഹ്ലാദം. അത് മാത്രം എടുത്തോളൂ. ചില്ലി ചിക്കിന്റെ ബില്ലിന്റെ കാര്യം ചൊല്ലി മല്ലനും കൊല്ലനുമായ ചെല്ലപ്പന്റെ ചെവിക്കല്ലിനിട്ട് തല്ലിയപ്പോൾ തല്ലല്ലേ പൊല്ലല്ലേ എന്നു പറഞ്ഞതു വല്ലാത്ത പൊല്ലാപ്പായതും, കൊല്ലം കണ്ടവണി ഇല്ലം വേണ്ടെന്നാണ് ചൊല്ലി ഗതികെട്ടാൽ തിന്നും പുലിയും ചില്ലി ചിക്കൻ വെറുതെ ആവശ്യമില്ലാണ്ട് ഉണ്ണിക്കൊരു അത്ഭുതമാഹ്ലാദം. ഇത് ഞാൻ കഴിച്ചിട്ട് എന്നെ കുറേ ആൾക്കാർ ഉപദേശിച്ചു അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല പണി എന്നാണ്. ഞാൻ അന്ന് അത് ഉപേക്ഷിച്ചു. കാരണം അങ്ങനെ ചെയ്യേണ്ട, വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്യണമെന്ന് എനിക്ക് ബോധ്യമായെന്നുള്ളതാണ്. അപ്പം അങ്ങനെയും കവിത വന്നിട്ടുണ്ട് അല്ലേ. പിന്നെ ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. സായിച്ചേട്ടാ, എന്താ ഓണൊക്കെ ആയിട്ട് പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ട്രൈ ചെയ്തോ? ഇത് ഹെയർ സ്റ്റൈല് ട്രൈ ചെയ്തല്ല, പിന്നെ ഞാനൊരു പരസ്യം ട്രൈ ചെയ്താ. പരസ്യം ട്രൈ ചെയ്യോ? ഒരു പരസ്യത്തില്ലേ ഗോതമ്പിട്ട് കഴിയുമ്പോ ഇതൊക്കെ പ്രാവും തലയിട്ട് കൊത്തി ഇങ്ങനെ ഞാൻ അതുപോലെ ചെയ്തു നോക്കാം. വീടിന്റെ വാൽക്കിറങ്ങിട്ട് അരി വാരി തലയിട്ട് പ്രാവല്ല വന്ന പകരം കാക്കേം പരുന്തൊക്കെ കൊത്തി കാളാൻ പുളം കുത്തി ഈ കരുവാക്കി ഇറങ്ങി. ഇപ്പൊ മുടി വെട്ടാൻ പറ്റില്ല. കടയിൽ ചെന്നപ്പോ കടക്കാരന്മാരെ ഒരു 6 മാസം പിടിക്കും ഇത് വെട്ടി തെളിച്ചെടുക്കാനെന്ന്. ശരിയാക്കി എടുക്കാനോ? എന്തായാലും സാരല്ല സായിച്ചേട്ടാ, ഒരു പുതിയ ലുക്ക്, നല്ലൊരു പിന്നെ ഇത് പിള്ളേരെ എന്നെ കാക്കോത്തിയാണെന്ന് പിള്ളേരെ അറിയാനല്ലോ. നാളെ ഇത് കണ്ടുമ്പോ പിള്ളേർ ഇതുപോലെ നടക്കും. ഓണം സ്റ്റൈൽ പുതിയ സ്റ്റൈലൊക്കെ വന്നു. അപ്പൊ സായിച്ചേട്ടാ, ഓണം സ്റ്റൈൽ ഫ്രീക്ക് സ്റ്റൈലൊക്കെ വന്നു. ഇനി എന്താണ് സ്കിറ്റ് നമ്മൾക്കായിട്ട് ഓണം സ്പെഷ്യൽ? സ്കിറ്റ് ഞങ്ങൾ ചെയ്യണത് ഇപ്പൊ ഈ പ്രാവശ്യമല്ലേ ഓണം ബേസ് ചെയ്തിട്ട് ദേവിക വല്ലതും കാണിച്ചായിരുന്നു ഇപ്പൊ? ഞാനാ? ചേട്ടനല്ലേ കാണിച്ചേ? ഞാൻ കാണിച്ചായിട്ടാണ് ദേവിക്ക് തോന്നിയത്. അതെ, പക്ഷെ എനിക്ക് ദേവി കാണിച്ചാട്ടോ. നമുക്ക് രണ്ടുപേർക്കും അങ്ങനെ തോന്നിയല്ലേ? എന്താ നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത്? നമ്മൾ ഓണം സ്കിറ്റിനെ കുറിച്ച്. ഓണം സ്കിറ്റിനെ കുറിച്ച്. ഓണത്തിന് നമ്മളെല്ലാരും ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകില്ലേ, അതുപോലെ ഞാനും ഇങ്ങനെ കാണിച്ച എനിക്ക് പറയാൻ പറ്റില്ല കേട്ടാ. ചേട്ടാ ഞാനല്ല കാണിച്ചേ, ചേട്ടനല്ലേ കാണിച്ചേ? ഞാനാ? പിന്നെ പക്ഷെ എനിക്ക് ദേവിയായിട്ട് തോന്നിയത്. അല്ല, ചേട്ടനെ കാണിച്ചേ അല്ലേ? ഞാൻ എങ്ങോട്ട് പോകാൻ വന്ന? ചേട്ടൻ അളിയന്റെ വീട്ടിൽ പോണു എന്നൊക്കെ. അളിയന്റെ വീട്ടിൽ ചെന്ന് അവിടെ ഞാനും വൈഫും നേരെ കയറി ചെന്ന് അവിടെ പോയിട്ട് അതെ ഞാനിത് പറഞ്ഞ ഇന്നെങ്കിലും തീരെയല്ല. കണ്ടു നോക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ലല്ലോ, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ എന്താ പുള്ളി കാണിച്ചത് നമുക്കൊന്നും മനസ്സിലായതുകൊണ്ട് മൈൻഡ് ചെയ്യണ്ട. എന്താണ് സ്കിറ്റിൽ ഇനി വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. മലയാളികളുടെ ദേശീയോത്സവമാണ് ഓണം. സൗഹാർദ്ദത്തിന്റെയും സമത്വത്തിന്റെയും പുതിയ പ്രതീക്ഷകളുമായി സദാശിവനുമുണ്ടൊരു ഓണം. ഇത്തവണത്തെ ഓണം നമുക്ക് സദാശിവന്റെ കൂടെ ആഘോഷിക്കാം. അപ്പനില്ലേ തിന്താര, ഞങ്ങൾക്കമ്മയില്ലേ തിന്താര, ഞങ്ങൾക്കാരുമില്ലേ തിന്താര, ഞങ്ങളെങ്ങു പോണു തിന്താര.
എന്നെ കെട്ടിക്കൊണ്ട് വന്ന അന്ന് മോളി കേൾക്കാൻ തുടങ്ങിയത് നിങ്ങളുടെ ഈ തിണ്ടാര ഇനിയോടെ മിണ്ടി പോകരുത്. എടി 3 വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ടവരുടെ വേദന നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. അതാ 3 വയസ്സിൽ തന്നെ തീരണായിരുന്നു. ഇത് 36 വയസ്സായപ്പോഴാണ് അച്ഛൻ നഷ്ടപ്പെട്ടതിന്റെ വേദന. ദേ എനിക്കും ഉണ്ടായിരുന്ന ഒരച്ഛൻ, അങ്ങേര് മരിച്ചെന്ന് കരുതി ഞാൻ ഇപ്പോഴും ഇവിടെ കരഞ്ഞോണ്ടിരിക്കണോ? നിന്റെ അച്ഛൻ മരിച്ചു പോയല്ലേ? എന്റെ അച്ഛൻ എന്റെ 3ാമത്തെ വയസ്സിൽ നാട് വിട്ടു പോയത് അറിയാവാ? അതാണ്. എങ്ങനെയാ എന്റെ അച്ഛൻ നാട് വിട്ടു പോയെന്ന് അറിയാവാ? എനിക്ക് ഈ കഥകളൊന്നും കേൾക്കണ്ട. എന്നാലും ഇത് കേൾക്കണം. അതെ, ഒരു ദിവസം അച്ഛൻ ചോറ് തിന്നോണ്ടിരിക്കായിരുന്നു. ഇപ്പൊ 2ാമത് അമ്മയുടെ ഒരു മീൻ വറുത്തത് ചോദിച്ചു. അമ്മ അത് കൊടുത്തില്ല. അമ്മ അച്ഛൻ കൂടെ 100 പറഞ്ഞു. നിറ കണ്ണുകളൂടെ എന്റെ അച്ഛൻ ഇവിടെ ഇറങ്ങിപ്പോയത് അറിയാമോ? അച്ഛൻ പോയതിന്റെ പിറ്റേ ദിവസം പോലെ ഞങ്ങൾ മീൻ പിടിച്ച് വറക്കും. എന്തിന്? ഈ വറുത്ത മീനിന്റെ മണം കേൾക്കുമ്പോ എന്റെ അച്ഛൻ തിരിച്ചു വരില്ല എന്ന് കരുതി. പിന്നെ വറുത്ത മീനിന്റെ മണം കേട്ട് തിരിച്ചറിയാൻ നിങ്ങളെ അച്ഛൻ എന്താ കണ്ടംപൂച്ചയാണോ? കളിയാക്കല്ലേ നീ ഒരുപാട്. എന്റെ അമ്മ എങ്ങനെ മരിച്ചെന്ന് നിനക്കറിയാവോ? ഓ, ഈ കഥകളൊക്കെ കേട്ടിട്ട് എന്റെ ചെവി വേദനിക്കണം. നീ കേൾക്കണം. ഒരു ദിവസം ഞാൻ നോക്കുമ്പോ 5 കിലോ പെടക്കണ കരിമീൻ മേടിച്ചോണ്ട് എന്റെ അമ്മ വരികയും കുരുമുളക് ഇട്ട് അമ്മ അതങ്ങോട്ട് വറുത്ത് വെച്ച് ഏതോ കണ്ടം പൂച്ച അത് കട്ടോണ്ട് പോയി. അതറിഞ്ഞ അറ്റാക്കിലാണ് അമ്മ എത്തുന്നത്. ഓ, നിങ്ങൾ ഇങ്ങനെ കലവില വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും മനുഷ്യ. നാളെ ഒന്നുമില്ലല്ലോ ഒരു ഓണം അല്ലേ? എന്റെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ കുറെ വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ പിടിപ്പത് പണിയുണ്ട്. നാളെ പച്ചക്കറി മാത്രമാക്കട്ടെ ഓണാക്കിട്ട് 5 കിലോ കരിമീൻ മേടിച്ച് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അത് കുരുമുളക് ഇട്ട് നീ ഫ്രൈ ചെയ്ത് വെക്കണം. പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കണോ ഓണത്തിന്റെ ഇടയ്ക്ക് മീൻ വറുത്തത് കൊണ്ട് വിട്ടെന്ന്? ഓണമൊന്നുമല്ല, എനിക്ക് എന്റെ അച്ഛനാ വലുത് അറിയാവാ. മീൻ വറുത്ത വെച്ചേ നീ പോയിട്ട്. നിങ്ങൾ അതൊന്നും പറഞ്ഞോണ്ടിരിക്കും, ഞാൻ എന്റെ പാട്ടിന് പോവാ. നീ പോയി കിടന്നു, എനിക്ക് ഉറക്കം വരികയല്ലടി. എന്റെ അച്ഛനെ കുറിച്ചുള്ള ചിന്തകളാണ് അറിയാവാ. എന്നെ പെറ്റ മണ്ണേ, നിന്നെ മണ്ണാ പറ്റെങ്കിൽ പിന്നെ നിനക്ക് അങ്ങനെ അച്ഛനുണ്ടാവൂടാ. ഒരു വഴിപോക്കനാണ്. എനിക്ക് അച്ഛനില്ലേ. ഇപ്പൊ കറക്റ്റായി. ആരാണ് ഞാൻ പറഞ്ഞ മറുപടി പറയാൻ വാത് കഴിക്കണത്? പിന്നെ വഴിപോക്കനാ. എനിക്കച്ഛനില്ലേ നിന്താരാ, എന്റെ അമ്മയും പോയേ നിന്താരാ. സദാശിവ മഹാബലിയാണ്. ഇത്തവണത്തെ ഈ പൊന്നോണം നിന്റേതാണ്. നാളെ ഈ ഓണദിനത്തിൽ നീ ആരെ പ്രതീക്ഷിച്ചിരിക്കുന്നുവോ അയാൾ നിന്നെ തേടിയെത്തും. മഹാബലിയല്ലേ എന്നോട് സംസാരിച്ചത്? ഞാൻ ആരെ പ്രതീക്ഷിച്ചിരിക്കുന്നു അയാൾ എന്നോടൊപ്പം ഓണം ഉണ്ണാൻ എത്തുമെന്ന്. എന്റെ അച്ഛൻ വരുമെന്ന്. അപ്പൊ ഇത്തവണത്തെ ഓണം ഞാൻ അടിച്ചു പൊളിക്കും. അവിടെ അങ്ങനെയല്ല മര്യാദ. ഞാൻ ഇത്ര വലിയ ഭംഗിയായിട്ട് ചെയ്ത് വെച്ചാൽ കണ്ട. അങ്ങനെ അതെ, കറിയൊക്കെ വേവിച്ചാ? എല്ലാം വേവിച്ചു. പായസം 2 തരം ഓക്കെ ആണല്ലോ. പിന്നെ മധുരം കൂടുവായി. എല്ലാം കറക്റ്റാ ചേട്ടാ. പപ്പടം മൂടി വെച്ചാൽ തണുത്തു പോകും. എല്ലാം മൂടി വെച്ചിട്ടുണ്ട്. ചേട്ടൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ടേ? ടെൻഷനൊന്നുമില്ല. അല്ല, ചേട്ടന്റെ ഫ്രണ്ട്സ് ആർക്കും വരുന്നുണ്ടെന്ന്? അയ്യോ, കൂട്ടുകാരെല്ലാരും വരും. നിന്റെ വീട്ടിൽ നാളെ വരും, എന്റെ വീട്ടിൽ നാളെ വരും. ഇതൊന്നുമല്ല, എന്നെ കൈകൊട്ടിക്കളി ഒരു ആശാനുണ്ടല്ലോ, ആശാനും ശിഷ്യന്മാരും കൂടെ എത്തിക്കട്ടെ. പിന്നെ ഇതൊന്നും അല്ലായിട്ട് MD വരും. വണ്ടിയല്ല, എന്റെ കമ്പനിയിലെ MD. MDനെ ഒന്ന് നന്നായിട്ട് ട്രീറ്റ് ചെയ്തേക്കണം. പിന്നെ അത് ഞാൻ പ്രൊമോഷന്റെ കാര്യം MDയുടെ കയ്യിലാണ്, അറിയാം. പിന്നെ MD വറുത്തായിരുന്ന നീ വറുത്തായിരുന്ന? അയ്യോ ഇല്ല, നീ മേടിച്ചു വെച്ചാൽ പോയി വറക്കടി. നല്ലൊരു ദിവസമായിട്ട് എന്നെ കൊണ്ട് വെറുതെ വഴക്കടിപ്പിക്കില്ല കേട്ടാ. അല്ല പിന്നെ ഫിനിഷ് ചെയ്ത്. ഓക്കെ, അടിപൊളി 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 അടിപൊളി. അയ്യോ അറിയാ, ഹാപ്പി ഓണം. ഉച്ച കഴിഞ്ഞിട്ട് പോയപ്പോ ഷാപ്പില് ഹാപ്പി പോകാനല്ല, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്താണ് ഇത്ര താമസിച്ചത്? ചേട്ടന് പൂക്കള മത്സരം. അവിടെ പൂക്കള മത്സരം ഞാനായിരുന്നു ജഡ്ജസ്. ഞങ്ങളുടെ ടീമിന് സമ്മാനം ഫസ്റ്റ് കിട്ടിയാ? അതെ. എനിക്ക് ജഡ്ജിന്റെ കണ്ണിലൊന്നും നോക്കരുത്. എന്നെ കൊണ്ട് അറിയാവുന്ന വിധത്തിൽ ഞാനങ്ങോട്ട് തുടങ്ങി ആരെ കാണാൻ. ഞാൻ സംഭവം കുഴപ്പമില്ല. ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞില്ല. എന്താണ്? ഒരു ബന്ധിപ്പൂവും കൂടി ഇവിടെ ഉണ്ടല്ല, ഈ ഭാഗത്ത് വെച്ച് വൃത്തിയാണ് ഈ കാണിച്ചത്. എത്ര രൂപ കൊടുത്ത് ഞാൻ മേടിച്ച പൂവാണെന്ന് അറിയാം. ഈ കാണിച്ചു വെച്ചാൽ ജഡ്ജായിട്ടിരിക്കണെന്ന് പറഞ്ഞു. എടാ നീ ചൂടാവല്ലേ? നിനക്കറിയാൻ പാടില്ലേ ചേട്ടനെ പണ്ട് ഷോക്ക് അടിച്ച കാര്യം? ഇപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ വരുവാടാ. അതെന്റെ രോഗമാണല്ലേ, അറിയാതെ ഇങ്ങനെ ഇടക്കിടക്ക് വന്നു പോകും. ഇതെനിക്കറിയാൻ പാടില്ല. അതാണ് എനിക്ക് പണിക്കും പോകാൻ പറ്റണല്ലോ. മുടിവെട്ടായിരുന്നല്ല പണി. വെട്ടി ഇടക്ക് വരുമ്പോ ഈ രോഗം വെട്ടിയിട്ടില്ല. 3 പേരെ കഴുത്ത് കണ്ടിച്ചു പറഞ്ഞപ്പോ എനിക്ക് പോലീസ് കേസാ. ഞാൻ പോലീസുകാരുടെ കൈയും കാലും പിടിച്ചാണ് ഇറക്കി കൊണ്ടുപോരാൻ വേണ്ടി ചെന്നത്. വേറെ ഞാൻ ബസ്സിൽ പണിക്ക് പോയത് ഒരാഴ്ച. ആദ്യം എന്നെ കൊണ്ട് ഡോറിൽ നിർത്തി. പക്ഷെ എന്റെ ബെല്ലടി ഇങ്ങനെ കാണിച്ചിട്ട് അപ്പൊ അവിടെ നിന്ന് പറയുന്നത് ചെക്കറായിക്കോ, ടിക്കറ്റ് കൊടുത്തോളാൻ പറഞ്ഞു. ടിക്കറ്റ് കൊടുക്കാൻ ഞാൻ അവിടെ ചേച്ചി ചോദിച്ചു, കണ്ണമാലിക്ക് ഒരു ടിക്കറ്റ് എന്ന് പറഞ്ഞു.
ടിക്കറ്റ് അങ്ങ് കൊടുക്കല്ല, കൈ നീട്ടി അവരെ മാല പിടിച്ചു. അതിന് പോലീസ് പിടിച്ചിട്ട് പോയി. അതിന് ഞാൻ ചെന്ന് കരഞ്ഞു കാലുപിടിച്ച് അവര് പൊയ്ക്കോന്നും പറഞ്ഞു. പക്ഷെ എന്നെ എസ് ഐ എന്നിട്ട് ഇടിച്ച്. അതെന്തിനാണ് വെറുതെ പൊക്കോളം പറഞ്ഞ അപ്പൊ ഒരു നന്ദി വാക്ക് പറഞ്ഞ ഞാനൊന്നും തൊഴുതാ. അപ്പൊ ഈ സംഭവം വന്നിട്ട് 3 കുത്ത എസ് ഐയുടെ മുഖത്തൊക്കെ തൊപ്പിയും തെറിച്ചു പോയി. അതെ, ഞാനൊരു കാര്യം പറയാം. ഓണം കഴിഞ്ഞ ഉടനെ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് ഇതങ്ങോട്ട് മാറ്റണം. ഞങ്ങളിത് വന്നു കയറിയുള്ളൂ. ഇപ്പൊ വന്നേള്ളു. അയ്യോ, ഞാൻ ഒരു ഗ്ലാസ് ചായ എടുത്തുള്ളൂ. നീ ചായ കണക്കോലെ ചേട്ടനോട് ചായ ആർക്ക് കൊടുത്താലും ഒന്ന് കുടി, ഞാൻ കുടിച്ച എല്ലാവരും കുടിച്ച പോലെ ഒരു മാറ്റമില്ല കേട്ടോ. ചായ കറക്റ്റ്. വേണ്ടാഞ്ഞിട്ടല്ല, ചൂടാവല്ലേ, ചായ വേണ്ടാഞ്ഞിട്ടല്ല. മുമ്പ് അളിയനെ ഷോക്ക് അടിച്ചാണല്ലോ 11 കേവിന്ന് അന്ന്. അതിനുശേഷം ഇപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ വരുമെന്ന് അസുഖമാണെന്ന്. അസുഖം മാത്രമാണോ ഈ മുടിയിരിക്കുന്നുണ്ടാ? ഇതൊക്കെ അന്നടിച്ച സംഭവിച്ചതാ. അളിയൻ തന്നെയാണ്. അതെ അളിയ, എന്റെ കമ്പനിയിൽ MD വരും, പിന്നെ കൈകൊട്ടി കളി ഓടിപ്പിക്കുന്ന എന്റെ ആശാൻ വരും, പിന്നെ കുറച്ച് ബന്ധുക്കൾ എല്ലാരും വരും. നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ചു പൊളിക്കാം. അപ്പൊ അകത്ത് പോയി ചായ കുടിക്കാം. ഞാൻ ഈ കളം റെഡിയാക്കി പോയാ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്ത് ഇങ്ങനെ കിടക്കട്ടെ, ഒരു വെറൈറ്റിക്ക് കൊള്ളാം. നല്ല ഡിസൈനാണല്ലോ, അടിപൊളിയായിട്ട്. എടാ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മാഷ എന്ന് വിളിക്കരുന്ന്. പിന്നെ എടാ, നിങ്ങളെയൊക്കെ കൈകൊട്ടി കളി പഠിപ്പിക്കുന്ന ആശാനാണ് ഞാൻ, ദാസൻ ആശാൻ. അപ്പൊ ആശാനെന്ന് വിളിച്ചാൽ ആശാനെ വിളിച്ചാൽ മതി. ഇതും പറഞ്ഞു ഇവിടെ നിന്നോ. ഇന്നാട്ടാ പൂജാ ക്ലബ്ബിൽ കൈകൊട്ടിക്കളി മത്സരം. എടാ, ഏത് ക്ലബ് ആയിക്കോട്ടെ, ഈ രാഗം വളർന്നകാരന്റെ ആശാനല്ലേ ദാസൻ ആശാൻ ചെന്ന് 2 കൈയടിച്ച് കഴിഞ്ഞാൽ പ്രൈസ് നമുക്കായിരിക്കുള്ളൂ. ആ ശങ്കുലി ടീമൊക്കെ ഉണ്ട് അവിടെ. എടാ, ഏത് ചങ്കുലി ഉണ്ടായാലും നമുക്ക് എന്താണ്, നമ്മ അടിച്ച് പൊളിക്കൂലെന്ന് ഇവിടെ. ഞാനേ കുറെ നാളെ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കാൻ എന്താണ് സംഭവം? കഴിഞ്ഞ വർഷം നമ്മുടെ അയൽക്കൂട്ടം പെണ്ണുങ്ങൾ സംഘടിപ്പിച്ച കൈകൊട്ടിക്കളി മത്സരം ഇല്ലേ, ഞാനാണ് അവരെ കൈകൊട്ടിക്കളി പഠിപ്പിച്ചത്. അതെങ്ങനെയാ എന്റെ കാര്യം? അതിന്റെ കാര്യം ഞാൻ ആ പെണ്ണുങ്ങളുടെ ഇടയ്ക്കൊന്നും വിരകരുതില്ല, തകർക്കരുത്. ഞാൻ അവിടെ കിടന്നു. ആണോ? എന്നിട്ട് ഞാനത് മത്സരം കഴിഞ്ഞപ്പോ പെണ്ണുങ്ങളെല്ലാം കൂടി ആശാനിട്ട് തകർത്തുന്നതാണല്ലോ. ആര് പറഞ്ഞു? അവസാനം ആശാൻ ഉടുമുണ്ട് പോലും ഇല്ലാതെ ഞണ്ടു പോയല്ലേ, ഇങ്ങനെ പോയത്. അനാവശ്യം പറയരുത്. ഉടുമുണ്ടില്ലാതൊന്നുമല്ല ഞാൻ ഓടിയത്. പിന്നെ 2 ക്യാമ്പലപ്പുറം പിടിച്ചിട്ടാണ് ഇങ്ങനെ പോയത്. അത് കാരണം നമുക്ക് പുതിയ സ്റ്റെപ്പും കിട്ടിയില്ലേ. ഏത് സ്റ്റെപ്പ്? ഇത്തവണത്തെ തത്തമ്മയുടെ പാട്ടില്ലേ, ആ തത്തമ്മയുടെ പാട്ടിൽ അല്ലേ നമ്മളെന്തിന് ഇങ്ങോട്ട് വന്ന് ഈ തിരക്കിനിടയിൽ? എടാ, എന്റെ ശിഷ്യനാണ് ഇവിടുത്തെ സദാശിവൻ. ഇന്ന് അവന്റെ അരങ്ങേറ്റമാണ്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, ആശാനെ എന്റെ വീട് വരെ വന്ന ഓണസദ്യ ഉണ്ടെന്ന് എന്നെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കണത്. എന്നാ വിളിക്ക്. അങ്ങനെ വിളിക്കാൻ പറ്റില്ല. പിന്നെ ദാസനാശാൻ ഇവിടെ വന്നേക്കണത്. നമ്മളൊരു കളിയിലൂടെ വിളിക്കും. ഞാൻ വന്ദനം പാടും, അവരത് കേട്ട് ഇങ്ങോട്ട് വരും. അപ്പൊ സാമ്പാർ കുത്തട്ടെ, മുണ്ടെടുത്ത് സാമ്പാർ കുത്തൂത്ര. ഇപ്പൊ തുടങ്ങാൻ നമുക്ക് തകർക്കാം. റെഡിയാണോ? റെഡി. ഓക്കെ. വന്ദനം പാടിടാം, ഇന്നു ഞാൻ വന്ദനം പാടിടാം. കെ ദാസനീ സഭയിൽ വന്ദനം പാടിടാം. വന്ദനം പാടിടാം, ഇന്നു ഞാൻ വന്ദനം പാടിടാം. കെ ദാസനീ സഭയിൽ വന്ദനം പാടിടാം. വന്ദനം പാടിടാം, ഇന്നു ഞാൻ വന്ദനം പാടിടാം. കെ ദാസനീ സഭയിൽ രമണ. എന്ത് പൊരിക്കാണ് പൊരിച്ചത്? നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടുണ്ട് ഓണത്തിന് ആശാൻ എന്റെ വീട്ടിലെത്തിയെന്ന്. ആശാൻ മാത്രല്ല, എന്റെ കമ്പനിയിൽ MD വരും, പിന്നെ അളിയനൊക്കെ വന്നിട്ടുണ്ട്. അളിയനോട് അളിയാ വിളിക്കങ്ങള്. അളിയോ, ഇതാണ് ഇത് നിന്റെ അളിയനാണ്. ദാസ നീയാ? എടാ, എത്ര വർഷങ്ങളായി ഞങ്ങള് ഓണക്കളി മേഖലയിൽ കിടന്ന് തകർക്കണെന്ന്. ഇവൻ രാഗം വളർന്നാന്റെ ക്യാപ്റ്റൻ, ഞാൻ ജനനി കലാപതിയുടെ ക്യാപ്റ്റൻ. ഇവർക്ക് ഫസ്റ്റ് കിട്ടുന്നിടത്ത് ഞങ്ങൾക്ക് സെക്കൻഡ് കിട്ടും, ഞങ്ങൾക്ക് സെക്കൻഡ് കിട്ടുന്നിടത്ത് അല്ല ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്നിടത്ത് ഇവർക്ക് സെക്കൻഡ് കിട്ടും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കളി. ആണല്ലേ? ആശാനെ, എടാ, ഇത് നിങ്ങളുടെ കളിക്കടയിൽ കട്ടൻ ചായ കൊണ്ട് പങ്കരാഷ്ട്ര ഞങ്ങള് അവിടെ നമ്മള് പൊൻകാവടി ആടി വന്ന അന്ന് ഇഷ്ടപ്പെട്ട് പൊക്കിക്കൊണ്ട് പോന്ന. എനിക്ക് വയ്യ. അതെ, പലക്കം കളിക്കാരനാ. അതെ, രണ്ടുപേരും കൂടി ഒന്നിച്ച സ്ഥിതിക്ക് ഈ ഓണത്തിന് നമുക്കൊരു 2 സ്റ്റെപ്പ് ഇവിടെ വെക്കണം. വെച്ചിട്ട് തന്നെ ബാക്കിയായി. പക്ഷേ പ്രശ്നമുണ്ട്, സ്റ്റെപ്പൊക്കെ അയാൾ പറഞ്ഞു നോക്കണം. ഞാനാ ഏത് ഉറക്കത്തിൽ വിളിച്ചു പറഞ്ഞാലും അപ്പൊ ഞാൻ കളിക്കും. ഞാനും കൂടെ നരനെ പരനെ ശിവനെ കളിവളയത്തിൽ വരണേ. നാവിലെ വിഘ്നങ്ങളകറ്റ ഈ സദസ്സിൽ വരണേ. ശിവനെ കളിവളയത്തിൽ വരണേ. നാവിലെ വിഘ്നങ്ങളകറ്റ ഈ സദസ്സിൽ വരണേ. രാമായണ കഥയിലെ സീത, മനോഹരമായൊരു സീത.
ദേവി ദേവി അവതാരമെടുത്തവളാം സീത പസ്മളമം ഇതെന്താണ്? ഇതേത് സ്റ്റെപ്പാണിത്? അതെ, ബ്രേക്ക് ഡാൻസ് മിക്സ് ചെയ്ത് പഠിക്കും. ബ്രേക്ക് ഡാൻസ് ഒന്നും പഠിച്ചതല്ല. അളിയന് പണ്ട് ഷോക്ക് അടിച്ചതാണ്. അതിനുശേഷം ഇടയ്ക്ക് ഇങ്ങനെ വരും. ഞാനത് മറന്നു ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ അറിയാത്ത പോലെ അന്നത്തെ സംഭവം വീണ്ടും ആവർത്തിക്കും. അത് കാരണം ഇപ്പൊ എന്നെ ചെന്നൈ ക്ലബ്ബിൽ കളിക്കാനും ചേർക്കാറില്ല. നല്ല കാര്യം. ഹലോ മിസ്റ്റർ സദാശിവൻ. അയ്യോ, എന്റെ എം ഡി ഒന്ന് ആരൊന്നും വിട്ടല്ലേ. എം ഡി സാറേ നമസ്കാരം. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ബന്ധുക്കളെല്ലാം വന്നിട്ടുണ്ട്. ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ. ഇത് എന്നെ കൈകൊട്ടിക്കളി പഠിപ്പിക്കണ ആശാനാ. ആ ഓണക്കളി ആശാൻ. ആശാന്റെ ശിഷ്യന്മാര്. ഇത് എന്റെ വൈഫ്. ഓ നമസ്കാരം. ഇത് എന്റെ പെങ്ങള്. ആയിക്കോട്ടെ. പിന്നെ ഒരേ ഒരു അളിയനേ ഉള്ളു. അതാണ് ഓ സ്വന്തം അളിയൻ. എം ഡി ആണ്. ആണല്ലേ? നമസ്കാരം. അളിയനാണ്, ഒന്നും തോന്നരുത്. ഒരു ചെറിയൊരു ഷോക്ക് അടിച്ചു, അതിന് ശേഷം ഇങ്ങനെയാണ്. അതുകൊണ്ടാണ്. ഉപദ്രവമൊന്നുമില്ല. കൊടുക്കാൻ പോകില്ലായിരുന്നല്ലോ. കുഴപ്പമില്ല അളിയ. എന്റെ എം ഡി അതെന്റെ അസുഖത്തിന്റെ ഭാഗമായിട്ടാണ്. പ്രമോഷൻ എം ഡിയുടെ കയ്യിലാണ്. എന്റെ കയ്യെത്താത്ത ദൂരത്ത് നിന്നാ വേറെ പ്രശ്നം. അതെ ആശാനെ, എം ഡി ആയിട്ട് ഒന്ന് നിങ്ങൾ സംസാരിച്ചിരിക്കും. നിങ്ങളുടെ കഥകളൊക്കെ പറഞ്ഞു ബാക്കി കാര്യങ്ങളൊക്കെ. അല്ല ചേട്ടാ, ചേട്ടനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടോ. ആ ഞാൻ വരാം. പച്ചക്കറി സ്പീഡിലാണെങ്കിൽ എനിക്ക് അസുഖം വന്ന് പെട്ടെന്ന് കടക്കട. ഓക്കെ. പണ്ടെന്റെ കുഞ്ഞിലേക്ക് ഞാൻ ഈ ഓണക്കളിയൊക്കെ കണ്ടു. ഒറ്റക്കളി കണ്ടിട്ടുണ്ടാ? പിന്നെ ഇഷ്ടമാ? ഈ നിങ്ങൾക്ക് ഈ പണിയല്ലാതെ വേറെ പണിക്കുന്നു? അയ്യോ, ഓണമായാൽ നിന്ന് തിരിയാൻ ഇടവില്ല. എല്ലാ ദിവസവും പരിപാടി. ഡെയിലി കളിയാ. ഡെയിലി വീട്ടുമുറ്റത്ത് ആളാ. എന്നാ കളിക്ക് വിളിക്കാനുള്ള ആൾക്കാരെ ഡെയിലി പരിപാടിയാ. ഡബിളും ത്രിബിളും ഡബിളും ഒക്കെ ആയിട്ട്. ആണല്ലേ? ഇതൊക്കെ എല്ലാ ദിവസവും ഡബിളും ത്രിബിളൊക്കെ കളിക്കാൻ പ്രശ്നമല്ലേ? എന്ത് പ്രശ്നം? പ്രശ്നമാണെന്നാലും എന്റെ ഒറ്റ കഴിവുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകും. കഴിഞ്ഞ വർഷം ഒരു സംഭവം ഉണ്ടായി. ഞങ്ങൾക്ക് എവിടേക്കായിരുന്നു തൃപ്രാറന്മാർ 2 കളി 8 മണിക്ക് 9 മണിക്കും 8 മണി കളി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് വണ്ടി ടെക്കറിന് സ്പീഡിൽ വിട്ടുകൊണ്ടിരിക്കുന്നു. മരട്ടിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ടെക്കർ പഞ്ചറായി പോയി. അയ്യോ, എന്ത് ചെയ്യാനാണ്? 10 മണിയായി അവിടെ ചെന്നപ്പോ. അവിടെ ചെന്ന പുരുഷാരം മുഴുവൻ നിൽക്കാണ്. ദാസനാശാനെ തല്ലണം. വൈകിയല്ലേ പറഞ്ഞത്. ഇവരാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങണില്ല. ഞാൻ പറഞ്ഞ ഇറങ്ങണ വണ്ടിയിൽ നിന്ന് പറഞ്ഞു. എന്നിട്ട് അവരുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഒന്നും ഇങ്ങോട്ട് പറയണ്ട, ഞാൻ കളിയിൽ കൂടെ മാപ്പ് പറയും. അതെങ്ങനെ? എനിക്ക് പറ്റിയ തെറ്റുകുറ്റങ്ങളെല്ലാം ഞാൻ കളിയിൽ കൂടെ പറയുമെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങ് മുണ്ടായിട്ട് സാമ്പാർ തൂത്തി. എന്നിട്ട് തുടങ്ങാം. അങ്ങോട്ട് നിന്നിട്ട് കണ്ണടച്ച് അങ്ങോട്ട് നിന്ന് മാപ്പുതരണമേ ഈ സഭയിൽ തകതീർത്ത ഇന്നു ഞങ്ങൾക്ക് ഡബിളായിരുന്നു. വരുന്ന വഴിക്ക് വണ്ടി പഞ്ചറുമായി. ഈ സാധനം അങ്ങനെ ഇട്ടിട്ടില്ല. ഞാൻ നോക്കിയപ്പോ ചുറ്റും നിൽക്കണ ജനങ്ങൾ പ്ലക്കാർഡ് ഉയർത്തി പിടിച്ചേക്കാണ്. സോറി ദാസനാശനെ, സോറി. ആണല്ലേ? പിന്നെ എനിക്ക് ഒട്ടുമാല കിട്ടിയില്ല. മേടിച്ചെടുത്തില്ല അവര്. അതെ, ഇതൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോ നേരത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണ്ടേ? നോണ പറയാണെന്നുള്ള പരസ്പരം അത് മനസ്സിലാക്കിയത് പറയാം. എങ്ങനെയെങ്കിലും ഒപ്പിച്ചുകൊണ്ടിരുന്നു. ഇതിലോട്ടേ ആഗ്രഹമായിരുന്നു. എന്റെ അച്ഛൻ ഇതിനൊക്കെ പോകുമായിരുന്നു. ഏതിന്? ഈ ഓണക്കളി. അല്ല, കളിക്കളി വേണമെങ്കിൽ ഇപ്പൊ ഞാൻ സ്റ്റെപ്പ് പഠിപ്പിച്ചതാണ്. കളിക്കണം. അല്ല, ഞാൻ വലിയൊരു കമ്പനിയുടെ MD ആണ്. അല്ല, ഈ ഓണക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് MD-ക്കല്ല ഏത് തണ്ടിക്കും കളിക്കാം. വിഷയമല്ല, ഞാനൊരു സ്റ്റെപ്പ് ഞാൻ പഠിപ്പിച്ചുതരാം. വേണ്ട, ആരുമില്ല, നമ്മ മാത്രമേ ഉള്ളൂ. നാട്ടിൽ പോയി ഓണത്തിനൊന്നും ഇട്ടു കാണിച്ച് സൈൻ ചെയ്തൂടെ അവരുടെ സാധനം എങ്ങനെയാണെന്നറിയാം. നോക്കാം, അത് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചു ഉണ്ട്. നമ്മളെപ്പോഴും സാമ്പാർ കുത്തിയിട്ടു. അതാണ് സ്റ്റൈല്. അങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ നിന്നിട്ട് പറ്റും. സാധനം പറ്റും. ഇട്ടു നോക്ക്. ഒന്നിട്. ഞാൻ പാടിത്തരാം. കൊരങ്ങുകളിയല്ലേ ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇവിടെ ശ്രദ്ധിക്കും. കൈ കാല് തല 3 എണ്ണത്തിന് ശ്രദ്ധ വേണം. ഇട്ടേ സാനുട്ടെ. ഈ തൈര് കുത്തിയില്ലേലും സാമ്പാർ ഞങ്ങളുടെ കുത്താണ്. ഞാൻ പതുക്കെ കാണിച്ച നിസ്സാരം. ഈ കൈ മുകളിലേക്ക്. എത്ര നേരമായി പറഞ്ഞു എന്താ കാണിച്ചു കൊടുക്കണം. അതെ, ഇങ്ങനെ ആശാനിത്ര ചൂടണേ. ഞാൻ അങ്ങനെയല്ല, ഞാൻ കാണിച്ചു തരാം. സിമ്പിൾ സ്റ്റെപ്പാ. ഇങ്ങനെ
ആ സാധനം ഇട്ടാ മതി. എന്താ സാറേ ഇവർ എന്റെ ബാക്കിൽ ഇവിടെ എല്ലാം നുള്ളുന്നു. എന്തിനാ സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തിട്ട് മനസ്സിലാവും. അയ്യോ സ്റ്റെപ്പ് പഠിക്കാനാണ് ഞാൻ പഠിക്കാതെ ചട്ടം പഠിപ്പിച്ച് ചന്തിക്ക് വെച്ചിട്ടുണ്ട് ഈ ആശാൻ. കണിച്ചക്കാരനാണ് സ്റ്റെപ്പ് പിടിച്ചില്ലെങ്കിൽ കണിച്ചക്കാരനാണ്. സദാശിവന്റെ വീടല്ലേ? അതെ അതെ ഇതിലാരാ സദാശിവൻ? ഞാനാ എന്താ ഞാൻ ഒത്തിരി ദൂരേന്ന് വരികയാ. ഓണസദ്യയൊക്കെ തയ്യാറായിട്ടുണ്ടോ? അയ്യോ എല്ലാം റെഡി ആയിട്ടുണ്ട്. എനിക്കും കൂടെ അല്പം തരണം, വിശന്നിട്ട് വയ്യ. അയ്യോ ഊണ് തരാനൊക്കെ ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് അടിച്ചു വിളിക്കാൻ വേണം. ഊണൊന്നുമില്ല പോവാ നമുക്ക്. ഈ ഓണദിനത്തിൽ നീ ആരെ പ്രതീക്ഷിച്ചിരിക്കുന്നുവോ അയാൾ നിന്നെ തേടിയെത്തും. സൂര്യനായി തഴുകിയുറക്കമോ സാറേ ചെറുപ്പത്തിൽ പുറപ്പെട്ടു പോയ എന്റെ അച്ഛൻ മീൻ മറത്ത് കിട്ടാൻ പുറപ്പെട്ടു പോയ എന്റെ അച്ഛൻ വന്നേക്കള ആശാനെ. എന്റെ അച്ഛൻ വന്നേക്കണ് അളിയാ എന്റെ അച്ഛൻ വന്നേക്കണ എല്ലാവരും ഓടിവാ. എന്റെ അച്ഛൻ വന്നേക്കണ് അച്ഛാ ഏതായാലും വരാൻ തോന്നിയില്ല. അച്ഛൻ വന്നേക്കണം. അതെ നിങ്ങളൊരു കാര്യം ചെയ്യും. അച്ഛൻ വന്ന സന്തോഷത്തിന് അച്ഛൻ അകത്ത് കൊടുത്ത് ചോറ് കൊടുക്കുക. അല്ല നമുക്ക് എല്ലാവരുടെയും കൂട്ടത്തിലിരിക്കേ പോരെ? മീൻ മറത്ത് വെച്ചേക്കണ് അകത്തോണ്ട് അച്ഛൻ പോയി ഊണ് കഴിക്കും. അപ്പൊ ആശാൻ ഇനി ഒന്നും നോക്കണ്ട സാറേ, നമുക്ക് ഊണ് കഴിച്ചേക്കാം. എന്നാ ശരി ഊണ് കഴിക്കാം, കറിയൊക്കെ എടുക്കാം. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ സഹായിക്കാം. ഇടി ആ പായും കറിയൊക്കെ ഇവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ? ബൊഫേ അല്ല സാറേ, ഊണ് ഇരുന്നല്ല കഴിക്കുന്നത്. ഇട്ടോ എടുത്തോട് ഇട്ടുകൊടു. ഞാൻ പിന്നെ ഇരിക്കാം. ഇട്ടുകൊടു ഇല ഇട്ടുകൊടു. അവിടെ 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 കറിയെ കൊടുക്ക്. കളിയുള്ള കഴിക്കും. അതെ സാമ്പാർ കിട്ടിയില്ല. സാമ്പാർ ഒരല്പം മതി, കുറച്ചിട്ടാ മതി. സാമ്പാർ എടുത്തിട്ട് ആരാ പറഞ്ഞത്? എനിക്ക് അസുഖമുള്ള കാര്യം അറിയാലോ. അതിന് സാമ്പാർ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കണ കാര്യം. മിണ്ടല്ലേ സാറേ ഒന്ന് തല മാറ്റിക്കോട്ടെ. ഒരു മുരുകാക്കോല് മോളിൽ നിന്ന് വന്നിട്ടുണ്ട്. അറിയോ സാമ്പാർ ഇലയിലൊഴിക്കാനാണ് പറഞ്ഞത്, അല്ലാണ്ട് തലയിലൊഴിക്കാനല്ല നിന്നോട് പറഞ്ഞത്. ഞാൻ എന്താ കൊടുക്കണ്ടത്? ഒന്നും കൊടുക്കണ്ട. അല്ല സാറിന് അല്പം സാമ്പാർ വേണ്ട, ആവശ്യത്തിനുണ്ട്. കുറച്ച് വീട്ടിൽ പാഴ്സൽ കൊണ്ടുപോകും. കളികളാണ്. എനിക്ക് ഒരു ഗ്ലാസ് പായസം കുടിക്കാമോ? പായസം വേണം കൊടുത്തു. പായസം വേണം കൊടുത്തേ. എന്ത് വെള്ളം കുടിച്ച് അനങ്ങരുത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. വന്നപ്പോ ക്ഷമിക്കാണ് മറ്റേ നല്ലൊരു സോറി സാർ. ഞാൻ തുറച്ചു കൊടുക്കാം. നമ്മൾ തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം. സാറിനോട് ക്ഷമിക്കണം സാറേ. ഞാൻ വേറെ ചോറ് തരാം, വേറെ മുണ്ട് തരാം. എന്റെ പ്രൊമോഷന്റെ കാര്യം യു ആർ ഡിസ്മിസ്ഡ്. കൊല്ലോളത്തില്ല. ഈ നിമിഷം നീ ഇവിടെ ഇറങ്ങിക്കോണം. ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം. വിളിച്ചു പോടി ഈ സാധനത്തില കൊല്ലാൻ നിൽക്കണം. മുണ്ട് കൊടുത്തേക്കട്ടെ. കഴിച്ചോ എത്തിക്കരുത്. എവിടെ നിന്നില്ലേ വന്നടി. ഓണം എന്തായാലും ബഹളമായി ആപ്പാട് തട്ടിക്കളഞ്ഞ്. പക്ഷെ ഒരു സന്തോഷമുണ്ട്, ഞാൻ കാത്തിരുന്ന എന്റെ അച്ഛൻ വന്നല്ല. അച്ഛന് ചോറ് കൊടുത്താ. അച്ഛൻ ചോറുണ്ട്, സുഖമായിട്ട് കിടന്ന് ഉറങ്ങാ. നീ പോയി വീശി കൊടുത്തല്ലേ കേട്ടാ. ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ. എന്റെ ദൈവമേ. സദാശിവ, നാം മഹാബലിയാണ്. അത്തപ്പൂക്കളവും പൂവിളികളും കൈകൊട്ടിക്കളികളും പാലടപ്രഥമനും. ഇത്തവണത്തെ ഓണത്തിന് നിന്നോടൊപ്പം കൂടാൻ കഴിഞ്ഞതിൽ നാം അതീവ സന്തോഷവാനാണ്. അത് കൊള്ളാം. എന്നോടൊപ്പം കൂടിയെന്നു. അതിന് മഹാബലിയെ ഞാൻ എന്റെ വീട്ടിൽ കണ്ടില്ലല്ലോ. സദാശിവ, നീ കാണാൻ ആഗ്രഹിച്ച നിന്റെ പിതാവായി നിന്നോടൊപ്പം ഓണമാഘോഷിച്ചത് ഈ നാമാണ്. കാരണം പ്രജകളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അതാണ് ഓണം.
ವಿರಾಜಪೇಟೆ ದುಂಡಿಗಯ ಮಾಲಿನಂಗರೆ ಎಳ್ಳುಳ್ಳೇರಿ ಮಾಲಿನಂಗರೆ ವಿರಾಜಪೇಟೆ ದುಂಡಿಗಯ ಮಾಲಿನಂಗರೆ ഈ ഫോട്ടോ എടുക്കുന്നതിൽ തന്നെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ. നമ്മളൊരു സ്റ്റുഡിയോയിൽ ചെല്ലണമെങ്കിൽ ചിലപ്പോൾ ഒരു പെണ്ണാണ് സ്റ്റുഡിയോയിലേക്ക് ചെല്ലാന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ എടുക്കാൻ വരുന്ന ആളേക്കാൾ മുമ്പ് ഫോട്ടോ എടുക്കുന്ന ആൾ റെഡിയാവും. കാരണം ഫോട്ടോഗ്രാഫർ ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും, അതൊക്കെ ഇത് ഭയങ്കര ഇതിലായിരിക്കും. പക്ഷേ ചില ആൾക്കാർ ഈ ക്യാമറ വെച്ചിട്ട് നമ്മളൊരു ഫോട്ടോ എടുപ്പിക്കൽ പഠിപ്പിക്കുന്ന ഒരു രംഗം എടുക്കുക. അത് കൊച്ചെന്നില്ല, കുട്ടികളെന്നില്ല, അമ്മന്നില്ല, അമ്മായിമെന്നില്ല, വലിയ ആരായാലും അത് ആ ഫോട്ടോ എടുക്കുന്ന രംഗം ഒന്ന് കാണണം. അത് ഞങ്ങളൊരു ഐറ്റായിട്ട് ഇക്കാക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, ഇക്കത് കാണാൻ റെഡിയാണോ? ഓ പിന്നെ കാണാൻ റെഡിയാണ്. അതിനു മുമ്പ് നമ്മൾ ഈ ഓണക്കളി മത്സരത്തിനൊക്കെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന വടംവലി മത്സരം. വടംവലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മാർക്ക് കിട്ടുന്നുണ്ടാവും. പിന്നെ എല്ലാ ആൾക്കാരും അത് ആഞ്ഞു പിടിച്ചിട്ട് ഏറ്റവും ബാക്കിൽ നിൽക്കുന്നവനായിരിക്കും ആങ്കർ, ഫുൾ പവർ പിടിച്ചു നിൽക്കുന്ന ആൾ. അപ്പോൾ ഈ വടം വലിക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് പോയി വരുന്നൊരു രംഗമുണ്ട്. അത് ഞാൻ ഒറ്റയ്ക്ക് അവതരിപ്പിക്കാം. എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആൾക്കാരുണ്ടെന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൈയടിക്കണം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊരു വടംവലി മത്സരം നടക്കാം. കണ്ടോ, അത് മര്യാദയ്ക്ക് പിടിച്ചോളണം കേട്ടോ. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തന്നെയാണ് ഇത് വിൻ ചെയ്തത്. ഈ പ്രാവശ്യം നിങ്ങൾ ആവശ്യമില്ലാണ്ട് അവിടെ ഇവിടെയും വായി നോക്കി അവിടെ പെണ്ണുങ്ങളും ആൾക്കാരൊക്കെ നിൽക്കണതാണ്. മര്യാദയ്ക്ക് പിടിച്ചോളണം. നമ്മൾ കയറുന്ന പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ഇവന്മാർ നോക്കണ പോലെയല്ല, നമ്മൾ സ്ട്രോങ് ആയില്ല കാര്യം. വിടറപ്പാ, റെഡി ആവട്ടെ. വർത്തമാനം പറഞ്ഞ നിങ്ങളോട് വിളിച്ചോണ്ടിരിക്കുക. പിടിച്ചോ, വിസിലടിച്ചോ. റെഡി, 1 2 3. അപ്പോ ജയിച്ചു, അവര് ജയിച്ചു, നമ്മൾ തോറ്റു. ഈ വടംവലിയും ഓണക്കാലത്തെ ഒരു ഏറ്റവും മെയിൻ മത്സരങ്ങളിൽ ഒന്നാണ്. ഭയങ്കര രസമാണത്. അപ്പൊ എന്തായാലും നമുക്ക് ഒരു ഫീല് ഭയങ്കരമായിരുന്നു. കാരണം രണ്ടു പക്ഷവും നമുക്ക് കാണാൻ പറ്റും. ഈ കാല് മെല്ലെ അങ്ങോട്ട് പോകും ഇങ്ങനെ. അപ്പോഴാണ് ഇതിന്റെ മുഖത്തെ റിയാക്ഷൻ. അങ്ങോട്ട് വരുമ്പോ ഹാപ്പി ആയിരിക്കും, അങ്ങോട്ട് പോകുമ്പോ ഹാപ്പിയാ. അപ്പൊ എന്തായാലും നമുക്ക് ഫോട്ടോ എടുക്കൽ രംഗം നമുക്ക് കാണാം. ചേട്ടാ, നമസ്കാരം. ഞാൻ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിരുന്നു, ഫോട്ടോ എടുക്കുന്നു പറഞ്ഞിരുന്നു. അതെ, കൊച്ചിന്റെ ബർത്ത്ഡേ ആണ്. ശരി. അപ്പൊ എടുക്കാം അല്ലേ? ഇതൊക്കെ ഒന്നും മര്യാദയ്ക്ക് കുട്ടിക്ക് എടുക്കുന്നു പറഞ്ഞു. ഞാൻ ലക്ഷ്മിക്കുട്ടി, ഇത് രാമൻകുട്ടി, ഇത് ഞങ്ങളുടെ കുട്ടി. അപ്പൊ കുട്ടിക്കാണ് എടുക്കേണ്ടത്. ചേട്ടൻ എടുത്ത് പിടിച്ചേ. ഇതെന്തത് കങ്കാരിന്റെ കുഞ്ഞാ? താഴെ ഇറക്കി വെക്കി. നിങ്ങളിങ്ങോട്ട് മാറി കേട്ടപ്രവാ, ഓളിങ്ങോട്ട് എടുത്തുന്നോളൂ, ഒട്ടിന്നോളൂ. അല്ല, ഞാൻ ഇവിടെ നിന്നോളാം. കുഴപ്പമില്ല. അല്ല, എനിക്കൊരു തടസ്സമായിട്ട് കൂട്ടണ്ട. അല്ല, ചേട്ടണ്ട്. ബർത്ത്ഡേ കുഞ്ഞിന്റെ മോനെ. ആയിക്കോട്ടെ. ഓക്കെ മോനെ, എടുക്കാൻ പോണു. എടുക്കാൻ പോണെന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പോണെന്ന് ഫോട്ടോ എടുക്കാൻ പോണെന്ന് കേട്ടാ. ആങ്കിൾ പറഞ്ഞൊക്കെ അനുസരിക്കണോട്ടാ. എടുക്കണല്ലേ ബാബാ, എത്ര ഇനി വാ ഇവിടെ മോനെ. ആ തലൊന്നും ഇങ്ങോട്ട് ധരിച്ചു പിടിച്ചേ. അങ്ങനെയല്ല, ഇവിടെ കുറച്ചിങ്ങോട്ട് തല തിരിച്ചേ. മോനെ, കുറച്ചിങ്ങോട്ട് തിരിച്ചേ. മോനെ, അതായത് താഴെ നോക്കിയാൽ എന്ത് വർഗങ്ങളാ, അത് എന്ത് ഫാമിലിയാ? നിങ്ങൾ എവിടേക്കൊക്കെയാ നോക്കണേ? എന്താ അത് കാണിച്ചു കൂട്ടണത്? താനെടുത്ത് മൊത്തം കൊളാക്കണത്. എന്ത് കഷ്ടം നോക്കൂ. ബർത്ത്ഡേ നിങ്ങളിത് ബർത്ത്ഡേ ഞാൻ ബർത്ത്ഡേ ആക്കാം ഉള്ള കാര്യം പറഞ്ഞേക്കാം. മോനെ നോക്ക്, അങ്ങള് പറയാം.
അതായത് മര്യാദക്ക് നിൽക്കണം. നല്ല കുട്ടിയാണെങ്കിൽ അങ്കിൾ എന്ത് ചെയ്യും? തക്കുടുകുടോ 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 തക്കുടുകുടോ. മോനെ അനങ്ങരുത്. അനങ്ങാതെ നിന്നാൽ മോന്റെ നല്ല ഫോട്ടോ എടുക്കും അങ്കിള്. മോൻ ക്യാമറയിലേക്ക് മാത്രം നോക്കാവൂ. ക്യാമറയിലേക്ക് നോക്കിയാലേ അങ്കിൾ ഒരു ക്യാമറ കൊണ്ടൊരു മാജിക് കാണിച്ചു തരും. ഈ ക്യാമറയുടെ അകത്ത് നിന്ന് ഒരു പ്രാവ് പറന്നു വരില്ലോ. ഒരു കൂളിംഗ് ഗ്ലാസും ക്യാമറയുടെ അടപ്പൊന്നൂര് എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഫോക്കസ് ചെയ്യ്. സൂം ചെയ്യ് 100 ഹൈ റെസൊല്യൂഷൻ. സൂം ചെയ്യണം. ഷെയ്ക്ക് ചെയ്യരുത്. ഇല്ല. ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാനുള്ള എന്നെ കുതിരാനല്ല. എന്ത് പ്രാവോ? പ്രാവത്രേ പ്രാവ്. തന്നെ അപ്പട്ട് വെച്ചിട്ടുണ്ടാകും ക്യാമറക്കകത്ത് മൊട്ട പ്രാവ് വിരിഞ്ഞത്. കുഞ്ഞാവേ അങ്ങനെയൊന്നും പറയരുത്. പ്രായ അങ്കളല്ലേ. അയ്യോ അമ്മയുടെ ചക്കരേടാ. അമ്മയുടെ പണി നോക്ക്. ഇവൻ കുറെ നേരായി സൂം ചെയ്തെടുക്കാൻ പറഞ്ഞില്ലേ? അല്ല അതെ ഒന്നേ ഉള്ളൂ. ഉരുളിയാമത്തി ഉണ്ടായതാ. എന്റെ പൊന്നു മകനെ എന്തൊട്ട സാധനം. ഇപ്പൊ എത്രല്ല പഠിക്കണേ? 3ാം ക്ലാസ്സിൽ. എനിക്ക് അതെന്നാ വേണം കേട്ടാ. അതെ ഞാൻ ഇതിനെ കൊണ്ടോട്ടെ. എന്തിനാ? അല്ലേ വീട്ടിലെ കറിക്ക് മീൻ മേടിച്ചിട്ടില്ലേ? ഓണക്കാലമായാൽ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും പ്രചാരമുള്ള ഒരു കളിയാണ് ഓണം കളി. തൃശ്ശൂർ ജില്ലക്കാർക്ക് മാത്രം പരിചിതമായ ഈ ഓണം കളി ഭീമാ സിനിമാ ചിരുമയിൽ നമുക്ക് പരിചയപ്പെടുത്തുന്നു കലാഭവൻ മണിയും സംഘവും. ഭീമാ സിനിമാ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. ചെമ്പകച്ചോട്ടിൽ ഞാൻ കാത്തു നിന്നു കരളേ, എന്റെ കൂട്ടുകാരി നീ എൻ കരളിൽ വീട്ടുകാരി. കണ്ട നാൾ മുതൽ ഞാൻ നിന്നെ സ്വന്തമാക്കിയില്ലേ, കൂടൊരുക്കിടാം ഞാൻ പൊന്നെ കൂട്ടിനായി വരുമോ. കാറൊളി പോലെ മുടിയിഴ കണ്ടാൽ താരക പോലെ മിഴികൾ കണ്ടാൽ ചാവളി പോലെ പുഞ്ചിരി കണ്ടാൽ ചാട്ടുളി പോലെ നോട്ടം കണ്ടാൽ കരളലിഞ്ഞു പോകും പിന്നെ ആര് വീണു പോകും. ഉള്ളെടുത്ത വെണ്ണേ നീ എൻ ഉയരടത്തിടാതെ, പൂത്ത ചെമ്പകച്ചോട്ടിൽ ഞാൻ കാത്തു നിന്നു കരളേ, എന്റെ കൂട്ടുകാരി നീ എൻ കരളിൽ വീട്ടുകാരി. മാല കോർത്തതും കാറ്റിനോട് കഥ ചൊല്ലിവിട്ടതും കൊഞ്ചലോടെന്റെ അരികിൽ വന്നതും കണ്ണിളക്കാതെ നോക്കി നിന്നതും എന്റെ കൂട്ടുകാരി നാളെ എന്റെ വീട്ടുകാരി. ചുണ്ടിനകളിൽ ഞാൻ പൊന്നെ ഉമ്മ നൽകിയോട്ടെ, പൂത്ത ചെമ്പകച്ചോട്ടിൽ ഞാൻ കാത്തു നിന്നു കരളേ, എന്റെ കൂട്ടുകാരി നീ എൻ കരളിൽ വീട്ടുകാരി. കണ്ട നാൾ മുതൽ ഞാൻ നിന്നെ സ്വന്തമാക്കിയില്ല,